ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെയും മലയാളി നടി രേവതി സമ്പത്തിന്റെയും ആരോപണങ്ങളിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനും താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനും രാജിവെക്കേണ്ടി വന്നതിന് പിന്നാലെ ഇതാ CPMന്റെ സ്വന്തം MLAയും നടനുമായ മുകേഷിനെതിരായി നേരത്തെ ഉയർന്നിരുന്ന ലൈംഗിക ആരോപണം വീണ്ടും ആവർത്തിക്കുകയാണ് കാസ്റ്റിംഗ് സംവിധായികയായ ടെസ് ജോസഫ്. അധികാരത്തിലിരിക്കുന്നവർക്ക് അനുയോജ്യമായ നിയമങ്ങൾ വളച്ചൊടിക്കുന്ന ഈ കാഴ്ചകൾ മുന്നിലുള്ളപ്പോൾ കാര്യങ്ങൾ മെച്ചപ്പെടുമെന്ന് എനിക്കെങ്ങനെ വിശ്വസിക്കാനാകും? വിശ്വസിക്കണോ? ഈ സിസ്റ്റം ചരക്കായി മാറിയിരിക്കുന്നു. അതിലേക്ക് എളുപ്പത്തിൽ ഇറങ്ങിച്ചെല്ലാൻ ഞാനില്ല. അത് എന്നെ ആഴത്തിൽ ദുഃഖിപ്പിക്കുന്നു എന്നാണ് ഇൻസ്റ്റാ സ്റ്റോറിയിൽ ഒരു ഭാഗത്ത് ടെസ് ജോസഫ് എഴുതിയിരിക്കുന്നത്. ബോളിവുഡിൽ സജീവമായ കാസ്റ്റിംഗ് സംവിധായികയായ ടെസ് ജോസഫ് 2018 മുകേഷിനെതിരെ മീടു ആരോപണം ഉന്നയിച്ചിരുന്നത്. കോടീശ്വരൻ എന്ന ടെലിവിഷൻ പരിപാടിക്കിടെയുണ്ടായ അനുഭവമാണ് ടെസ് ജോസഫ് അന്ന് പുറത്തുവിട്ടിരുന്നത്. അന്ന് തനിക്ക് 20 വയസ്സാണ് പ്രായം. പരിപാടിയുടെ സമയത്ത് നടൻ മുകേഷ് തന്നെ ഹോട്ടൽ റൂമിലെ ഫോണിൽ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തുമായിരുന്നു എന്നും, എന്നാൽ ഇതിന് വഴങ്ങാതെ വന്നതോടെ തന്റെ റൂം മുകേഷിന്റെ റൂമിനടുത്തേക്ക് മാറ്റിയെന്നും സമൂഹ മാധ്യമമായ എക്സിൽ ടെസ് ജോസഫ് കുറിച്ചിരിക്കുന്നു. അതിൽ നിന്നും തന്നെ രക്ഷിച്ചത് തന്റെ ബോസും തൃണമൂൽ കോൺഗ്രസ് MPയുമായിരുന്ന ഡെറിക് ഒബ്രയാൻ ആയിരുന്നുവെന്നും ടെസ് ജോസഫ് പോസ്റ്റിൽ പറഞ്ഞിരുന്നു. ആ ടീമിലെ ഏക വനിതാ അംഗം ഞാനായിരുന്നു. ഒരു രാത്രി തുടർച്ചയായി ഫോൺ കോളുകൾ വന്നതോടെ എന്റെ സഹപ്രവർത്തകരിൽ ഒരാളുടെ റൂമിൽ മാറി താമസിക്കേണ്ടതായി വന്നു. പിന്നീട് റൂം മാറ്റിയപ്പോൾ എന്തിനാണ് റൂം മാറ്റിയത് എന്ന് ഹോട്ടൽ അധികൃതരോട് ചോദിക്കേണ്ടതായി വന്നു. മുകേഷ് പറഞ്ഞിട്ടാണ് മാറ്റിയത് എന്ന മറുപടിയാണ് ലഭിച്ചത് എന്നും ടെസ് ആ പോസ്റ്റിൽ പറഞ്ഞിരുന്നു. സിദ്ദിഖിനെതിരെ രേവതി സമ്പത്തും രഞ്ജിത്തിനെതിരെ ശ്രീലേഖ മിത്രയും ആരോപണങ്ങൾ ഉന്നയിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ മുകേഷിനെതിരെ ടെസ് ജോസഫും ആരോപണം ഉയർത്തിയിരിക്കുന്നത്. മറ്റു രണ്ടുപേർ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ച പോലെ മുകേഷും രാജിവെക്കേണ്ടതല്ലേ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. അതേസമയം തനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഓർമ്മ പോലും ഇല്ലെന്നായിരുന്നു മുകേഷ് അന്ന് നടത്തിയ പ്രതികരണം. ടെസ് ജോസഫ് എന്ന കുട്ടിയെ തനിക്ക് ഓർമ്മ പോലുമില്ല. ആരോപണം ശരിയാകാമെങ്കിൽ അവർ ഇത്രകാലം എവിടെയായിരുന്നു എന്നും മുകേഷ് അന്ന് ചോദിച്ചിരുന്നു. ടെലിവിഷൻ ഷോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ആരോപണത്തെക്കുറിച്ച് അറിയില്ല. പെൺകുട്ടിയെ ഓർമ്മ പോലുമില്ല. എന്തുകൊണ്ട് അവർ ഇത്രയും കാലം മൗനം പാലിച്ചു? ഇവരൊക്കെ ഉറക്കമായിരുന്നു. എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, വേണമെങ്കിൽ സുപ്രീം കോടതിയെ സമീപിച്ചോ എന്നും മുകേഷ് അന്ന് പറഞ്ഞിരുന്നു. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച യുവതിയെ ഇതുവരെയും കണ്ടിട്ടില്ലെന്നാണ് മുകേഷ് ഇപ്പോൾ പറയുന്നത്. ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും മുകേഷ് പറയുന്നു. ആരോപണങ്ങൾക്ക് പിന്നിൽ എന്തായാലും ഭരണപക്ഷമല്ലെന്നും തന്നെ ടാർഗറ്റ് ചെയ്യുകയാണെന്നും മുകേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. CPMന്റെ MLA ആണെങ്കിൽ അങ്ങ് കയറി ഇറങ്ങാം, CPM MLA അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞാണ് മുകേഷ് ഈ സംഭവം നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ സർക്കാർ ബോധപൂർവം കണ്ണടക്കുകയാണ് ചെയ്യുന്നത് എന്നും, കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന MJ അക്ബറിന് ഇതേപോലൊരു മീടു ആരോപണത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നിരുന്നെന്നും ഓർമ്മിപ്പിക്കുകയാണ് BJP അധ്യക്ഷൻ K സുരേന്ദ്രൻ. അന്ന് ഇടതുപക്ഷവും കോൺഗ്രസും എല്ലാം അക്ബറിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തുകയുണ്ടായി. എന്നാൽ കേരളത്തിൽ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും CPM മൗനം അവലംബിക്കുകയാണെന്ന് സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.